റഷ്യയോട് വിലപേശാൻ അമേരിക്കയ്ക്ക് കഴിയുന്നില്ല എന്നുള്ളത് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ തന്നെയാണ് അലാസ്കയിലെ സമ്മേളനം കൃത്യമായി പുടിൻ വിനിയോഗിച്ചത്. പുടിൻ ഒരു ഡയലോഗ് കൂടി പറഞ്ഞു: നിങ്ങളെ ഹാർദവുമായി മോസ്കോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അവിടെ വന്ന് ചായയും കുടിച്ച് സന്തോഷത്തോടെ നമുക്ക് പിരിയാം. നിങ്ങൾ കാണിക്കാനുള്ളത് കാണിക്കൂ, ഞങ്ങൾക്കറിയാം അതിനെന്താണ് മറുപടി തരേണ്ടത് എന്ന്. ചുരുക്കി പറഞ്ഞാൽ ട്രംപിനെ വളരെ നൈസായി പേച്ചങ്ങ് വിട്ടു എന്ന് വേണമെങ്കിൽ പറയാം. ട്രംപിൻ്റെ പ്രതിരോധവും ഈ ഉമ്മാക്കി കാണിക്കലും ഈ വിരട്ടലും വിരവേശലും ഒന്നും ഒരു രീതിയിലും പുടിനോട് ചിലവാകില്ല എന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് അലാസ്കയിലെ ബേസ് ക്യാമ്പായ ആങ്കറേജിൽ വെച്ചുള്ള പുടിൻ ട്രംപ് കൂടിക്കാഴ്ച. നമുക്കറിയാം, ഈ വർഷത്തെ 2025 ഏറ്റവും വലിയ കൂടിക്കാഴ്ച, അതായത് ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന രണ്ട് പ്രമുഖ നേതാക്കളുടെ കൂടിക്കാഴ്ചയായിരുന്നു ആങ്കറേജിൽ വെച്ച് നടന്നത്. പുടിൻ ചില ഉപാധികൾ അംഗീകരിക്കുകയും ട്രംപിനോട് വിധേയപ്പെടുകയും ചെയ്യും എന്ന് ഏതെങ്കിലും മാധ്യമങ്ങൾ എഴുതി പിടിപ്പിച്ചെങ്കിൽ അവർക്കൊക്കെ വിഡിത്തം പറ്റിയിരിക്കുന്നു. അങ്ങനെയൊന്നും കീഴ്പ്പെടുന്ന വ്യക്തിയല്ല വ്ളാഡിമിർ പുടിൻ. ഉക്രൈനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിരാശ തന്നെയാണ് ഫലം. വ്ളാഡിമിർ സെലൻസ്കിയുടെ ഭരണം മാറ്റാൻ തന്നെയാണ് പുടിൻ്റെ തീരുമാനം. ഒരു റജീം ചേഞ്ച് ഉക്രൈനിൽ വന്നാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്നുള്ളത് വളരെ വ്യക്തമായി തന്നെ പുടിൻ സൂചിപ്പിച്ച കാര്യമാണ്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇനി ഉക്രൈനിൻ്റെ വിഷയം, അതായത് റഷ്യയും ഉക്രൈനും തമ്മിലുള്ള ഈ പോരാട്ടത്തിൽ മധ്യസ്ഥത വഹിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. കൂടുതൽ ഉപരോധവും കൂടുതൽ വ്യാപാര യുദ്ധവുമായി അമേരിക്ക മുന്നോട്ട് പോകുന്നെങ്കിൽ പോകട്ടെ, ഞങ്ങൾക്ക് ബദൽ മാർഗമുണ്ട് എന്ന് റഷ്യ നേരത്തെ തന്നെ പറഞ്ഞതാണ്. റഷ്യയോട് അനുനയത്തിൻ്റെ ചർച്ചയാണെങ്കിൽ അതാകാം, അതല്ലാതെ വിരട്ടാനാണ് ഭാവമെങ്കിൽ നടക്കില്ല എന്ന് വളരെ വിനീതപൂർവ്വം വ്ളാഡിമിർ പുടിൻ ട്രംപിൻ്റെ മുഖത്ത് നോക്കി അടിക്കുന്ന പോലെ പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ഭീഷണിയൊന്നും പുടിനോട് നടക്കില്ല. നമുക്കറിയാം, വ്ളാഡിമിർ സെലൻസ്കിയും ട്രംപും തമ്മിലുള്ള കൂടിക്കാഴ്ച വൈറ്റ് ഹൗസിൽ നടന്നപ്പോൾ അവിടെ വൈസ് പ്രസിഡൻ്റ് ആയിരുന്ന JD വാൻസ് വരെ കൈ ചൂണ്ടി എഴുന്നേറ്റ് നിന്ന് വലിയ തോതിൽ വീരവാദം മുഴക്കിക്കൊണ്ട് വ്ളാഡിമിർ സെലൻസ്കിയെ അപമാനിക്കുന്ന തരത്തിൽ സംസാരിച്ചു. ധൈര്യപ്പെടുമോ JD വാൻസിന് പുടിനെ പോലൊരു ഭരണാധികാരിയുടെ മുമ്പിൽ നേർക്കുനേർ നിവർന്നു നിൽക്കാൻ? പുടിൻ അതിനെ സമ്മതിക്കുമോ? ഇന്ത്യയിൽ ഒരുപക്ഷെ ഡോക്ടർ S ജയശങ്കറിനോ അല്ലെങ്കിൽ അജിത് ഡോവലിനോ കൈകൊടുക്കും. അത് ഇന്ത്യയിൽ പ്രധാനമന്ത്രിയല്ലാത്തവരെ കണ്ട് പുടിൻ മനഃപൂർവ്വം ചെയ്യുന്നതല്ല. ഇന്ത്യ എന്ന രാജ്യത്തോടുള്ള പുടിൻ്റെ സ്നേഹമാണ്, റഷ്യയുടെ സാഹോദര്യമാണ്. അതുപോലെ അമേരിക്കയിലെ രണ്ടാം തരക്കാരോട് കീഴ്പ്പെടേണ്ട കാര്യം വ്ളാഡിമിർ പുടിനില്ല. ലോകത്തെ ഏറ്റവും മികച്ച എണ്ണം പറഞ്ഞ ഭരണാധികാരികളിൽ ഒന്നാണ് വ്ളാഡിമിർ പുടിൻ. എങ്ങനെയാണോ സോവിയറ്റ് യൂണിയൻ ഒരു കാലത്ത് പ്രതാപത്തോടെ തല ഉയർത്തി നിന്നത്, അതിനേക്കാൾ പ്രൗഢിയോടെ തിരിച്ചു പിടിക്കാൻ തന്നെയാണ് പുടിൻ്റെ തീവ്ര ശ്രമം. ഇത് തീയിൽ കുരുത്തതാണ്, വെയിലത്ത് വാടില്ല.